ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ടീം ഡബ്ല്യുക്കും വൈക്കും നടന്ന മത്സരത്തിൽ അവർക്കും ഡ്രോ ആയിരിക്കുന്നു. സോ ടീം വീടെ കൂടെ നമ്മൾ കളിക്കാനിരിക്കുന്ന മാച്ചിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ലെവലിലോട്ട് നമുക്ക് പോവാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ദ്രോഹി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് ഇഗ്രാഷി. തൽക്കാലം അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് നാറുഹായും പറയുന്നു. ഇതേസമയം ഇഗ്രാഷി നീക്കോയെ പറ്റി സംസാരിക്കുന്നു. സാധാരണ അവൻ തനിച്ച് ഗോൾ അടിക്കാറില്ല, പക്ഷെ ഇപ്രാവശ്യം അടിച്ചു. എന്ത് പറ്റിയാവോ? അവൻ ആരെ കണ്ടാണ് ഇൻസ്പയർ ആയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഇസക്കിയെ നോക്കി പറയുവാണ് ബാഷിറ. ശരി, ടീം വീന്റെ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള 3 പേർ ഇവരാണ്. ഇവർ 3 പേരും കൂടി ചേർന്ന് 18 ഗോളാണ് അടിച്ചത്. കഴിഞ്ഞ 3 മാച്ചിലും ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും സാധിച്ചില്ല. സുറുഗി സണ്ടൻസ് 3 മാച്ചിലും കൂടി 5 ഗോളാണ് ഇവർ അടിച്ചിട്ടുള്ളത്. ഇവൻ റിയോ മിക്കാഗെ 6 ഗോൾസ് ആണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ടീം വിയിലെ തന്നെ ടോപ്പ് സ്കോറർ ഷിഷിറോ നാഗി 7 ഗോളുകൾ. ഇവരെ മറികടന്ന് വേണം നമുക്ക് ഈ മാച്ചിൽ വിജയിക്കാൻ. ചീറ്റിംഗ് ചെയ്യാതെ ഫുട്ബോളിൽ വിജയിക്കാൻ സാധിക്കില്ലേ? ഇത് ശരിക്കും വളരെയധികം ബോറിംഗാ എന്ന് നാഗി പറഞ്ഞത് ഇസക്കി ആലോചിക്കുന്നു. നാഗി, അവനെ എങ്ങനെയെങ്കിലും ഞാൻ തോൽപ്പിച്ചേ പറ്റൂ. പിന്നീട് നമ്മൾ കാണുന്നത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നാഗിനെയാണ്. നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാ നിന്റെ ലാക്റ്റിക് ആസിഡ് ഗ്ലൂക്കോസ് ആയി മാറി നിന്റെ നീസില് അത് ബേസ്റ്റ് ആവും. സോ വെറുതെ ഇരിക്കാതെ ട്രെയിനിങ് ചെയ് എന്ന് പറയാണ് സെൻ. നാഗിയെ പറ്റി നിനക്ക് അറിയാവല്ലോ, അവൻ ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് റിയോയും പറയുന്നു. നീ അവനെ ഓവറായിട്ട് കൊഞ്ചിച്ച് വഷളാക്കുക. ശരിയാ, കാരണം അവൻ എന്റെ ട്രഷറാ എന്ന് പറയുവാണ് റിയോ. ഹേ റിയോ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ഞങ്ങളോട് ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞങ്ങൾ അത് സാധിച്ചു തരും. സോ ചെറുപ്പം തൊട്ട് തന്നെ റിയോ എന്താഗ്രഹിച്ചാലും അവന്റെ ഫാമിലി അത് നടത്തി കൊടുക്കും. പക്ഷെ വളരും തോറും ആ ലൈഫ് അവൻ ഒരുപാടധികം ബോറിംഗ് ആയിട്ട് തോന്നി. ഞാൻ ആഗ്രഹിച്ചെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ല. എനിക്കെന്ന് പറയാൻ ഒരു സാധനം വേണം, അത് എനിക്ക് മാത്രമായിരിക്കണം എന്ന് ചിന്തിക്കുവാണ് റിയോ. അപ്പോഴാണ് ടിവിയിൽ ഫുട്ബോൾ അവൻ കാണുന്നത്. എന്ത്, വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണോ? നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. ചെറുപ്പം തൊട്ടേ ഇതിനു വേണ്ടി ഒരുപാട് പേർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇത്രയും വളർന്നിട്ട് നീ ഇനി അതിനു വേണ്ടി ട്രെയിനിങ് എടുത്താൽ തന്നെ നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് ചിന്തിക്കുവാണ് റിയോ. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. അവൻ പഠിക്കുന്ന സ്കൂളിൽ ഫുട്ബോൾ ആരും കളിക്കുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് അവൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നാഗിയെ അവൻ അറിയാതെ തട്ടുന്നത്. അവന്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയ മൊബൈൽ ഫോൺ താഴെ വീഴാതെ അവൻ കാല് വെച്ച് തടുക്കുന്നു. ഹേയ്, ഐ എം സോറി, പക്ഷെ അത് കൊള്ളായിരുന്നു. നീ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് റിയോ. ഇല്ല, ഫുട്ബോൾ എന്നല്ല ഒരു ഗെയിമും ഞാൻ കളിക്കാറില്ല, കാരണം പണിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ കണ്ട ഒരുപാട് റിച്ച് ആണെന്ന് തോന്നുമല്ലോ, എനിക്ക് കുറച്ച് കാശ് തരുമോ എന്ന് നാഗി അവനോട് ചോദിക്കുന്നു. നീ ഇപ്പൊ മൊബൈൽ ഫോൺ താഴെ വിടാതെ പിടിച്ചില്ലേ, അത് ശരിക്കും വളരെ നന്നായിരുന്നു. നിന്റെ അടുത്ത് കഴിവുണ്ട്. എന്റെ കൂടെ ചേർന്ന് ഫുട്ബോൾ കളിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? എന്ത് ഫുട്ബോളോ? അത് വളരെയധികം ബോറിംഗ് അല്ലേ? മാത്രമല്ല എന്നെ ഒരുപാട് ടയർഡ് ആക്കും. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഫുട്ബോൾ ഉപയോഗിച്ച് ഒരു കരിയർ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് റിയോയുടെ അച്ഛൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ഇവൻ വളരെയധികം സ്പെഷ്യലാണ്, തീർച്ചയായിട്ടും ഇവൻ ആ കഴിവുണ്ട്. ഇപ്പോ ഇവൻ എനിക്ക് കിട്ടിയ ഒരു ട്രഷറാ. എന്റെ കൂടെ നീ ഫുട്ബോൾ കളിക്കുവാണെങ്കിൽ നിനക്ക് ബോറടിക്കാതെ ഞാൻ നോക്കിക്കോളാം. പിന്നീട് നമ്മൾ കാണുന്നത് എന്തൊക്കെയോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഷിറയാണ്. സോ അവൻ കാണിക്കുന്ന എക്സ്പ്രഷൻസ് വെച്ച് എന്താണ് അവൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അവൻ. അവന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് മറ്റുള്ളവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? ഒരു മഴത്തുള്ളി എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് നോക്കുന്നതാണ് ഈ എക്സ്പ്രഷൻ. ഓച്ചേ, ഇതെന്താ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാനേ? ആ വാണിമ ബ്രദേഴ്സ് എങ്ങനെയാ എക്സ്പ്രഷൻസ് വെച്ച് പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് ഇസക്കി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കണ്ട, നാളെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി ആലോചിക്കുക എന്ന് പറയുകയാണ് ഈമാൻ. ദ്രോഹി, നീ ടീം വിയോ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. നാളെ ഈ ടീമിനെതിരായിട്ട് നീ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ കുവാന്റെ കഴുത്തിൽ പിടിക്കുകയാണ് റായിച്ചി. അവനെ വെറുതെ വിട്, നാളെ നമുക്ക് മാച്ച് കളിക്കണമെങ്കിൽ നമുക്ക് 11 പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട്. നിങ്ങളെ പോലെ തന്നെ എനിക്കും ഡ്രീംസും ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലെയുള്ള തോൽവികളുടെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒന്നും നടക്കില്ല. സോ ഇപ്പോൾ ടീമിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് എനിക്കാണ്, അതുകൊണ്ട് നാളത്തെ മാച്ചിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ് കുവാൻ. ഒരുപക്ഷെ നാളത്തെ മാച്ചിൽ ഞാൻ കൂടുതൽ ഗോൾ എടുത്താൽ ടീം സിയിലെ ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് എനിക്കായിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കുനിഗാമി. അതൊരിക്കലും നടക്കില്ല. ഫുട്ബോൾ ഒരിക്കലും ഒറ്റക്ക് കളിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല. അത് നിങ്ങളെക്കാൾ എത്രയോ നന്നായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു കുവാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. കുവാൻ, നീ ഫുട്ബോൾ ഇത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും വേൾഡ് കപ്പ് എടുക്കാൻ സാധിക്കില്ല എന്ന് അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനോട് പറയുന്നു. സോ ഞാൻ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജിലോട്ട് പോയിരിക്കും എന്ന് പറയുവാണ് കുവാൻ. ഒരുപക്ഷെ നമ്മുടെ ടീമിലെ വേറെ ആരെങ്കിലും ഈക്വൽ ആയിട്ടുള്ള സ്കോർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുവാണ് ബാഷിറ.
അതിൽ യെല്ലോ കാർഡ് കുറവുള്ളവരായിരിക്കും പോവാ. പക്ഷേ യെല്ലോ കാർഡും ഈക്വൽ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ബ്ലൂ ലോക്ക് റാങ്കിംഗ് സിസ്റ്റമില് ആരാണ് ഹൈ പെർഫോമൻസിൽ ഇരിക്കുന്നത് അവരായിരിക്കും അടുത്ത സ്റ്റേജിലോട്ട് പോവാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഈഗോ അങ്ങോട്ട് വരുന്നു. സോ ടീം സിയിലെ ടോപ്പ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് അവിടെ കാണിക്കുന്നു. ഇസഗി 3-ാം സ്ഥാനത്തും ചിഗിരി 2-ാം സ്ഥാനത്തും കുവാൻ 1-ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ചീറ്റിംഗ് ചെയ്ത നാരികളൊക്കെ 1-ാം സ്ഥാനത്തോ എന്ന് ചോദിച്ച് ടെൻഷൻ ആവുകയാണ് റൈച്ചി. ഒരു സ്ട്രൈക്കറിനെ വെച്ച് നോക്കുമ്പോ അവൻ ഒരിക്കലും ഫസ്റ്റ് ആവില്ല. അവൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും വെറും വേസ്റ്റ് ആണ്. ഇതുവരെ നിങ്ങൾ സ്കോർ ചെയ്ത ഓരോ ഗോളും ഭാഗ്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയതാണ്. നിങ്ങൾ ഒരു യഥാർത്ഥ സ്ട്രൈക്കർ ആണെങ്കിൽ നിങ്ങൾ എടുത്ത ആ ഗോൾ അത് വീണ്ടും നിങ്ങളെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ചതിയിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറും വേസ്റ്റ് മാത്രമാണ്. ശരിക്കും നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനാവശ്യം ഒരു ഫോർമുലയാണ്. നിങ്ങൾ ആ ഗോൾ അടിക്കുന്ന സമയത്ത് ഫീൽഡിൽ എത്ര ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു, ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ആരാ നിങ്ങൾക്ക് പാസ് ചെയ്തത്, എങ്ങോട്ടാണ് പാസ് ചെയ്തത്, ബോൾ എവിടെ നിന്നാണ് നിങ്ങൾ കിക്ക് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതേ ഗോൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫോർമുല നിങ്ങൾ കണ്ടുപിടിക്കാത്തടത്തോളം കാലം നിങ്ങൾക്കൊരു യഥാർത്ഥ സ്ട്രൈക്കറായിട്ട് മാറാൻ സാധിക്കില്ല. വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കറായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഫോർമുല നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. വെറുതെ ഭാഗ്യം കൊണ്ട് വിജയിക്കുന്നതിന് പകരം നിങ്ങളുടെ സ്കിൽ യൂസ് ചെയ്ത് വിജയിക്കാൻ ശ്രമിക്കുക എന്ന് പറയുവാണ് ഈഗോ. ഇതൊക്കെ റൈച്ചി നാളത്തെ മാച്ചിൽ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് കുവാനോട് പറയുന്നു. ഈഗോ പറഞ്ഞതുപോലെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കില്ല, പക്ഷേ എന്റെ ഫോർമുല ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ ഞാൻ പഠിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് ഇസഗി അവിടെ നിന്നും പോകുന്നു. സോ അവൻ നേരെ ചെല്ലുന്നത് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോഴാണ് അവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറോയെ അവൻ കാണുന്നത്. ഹേയ് ബുദ്ധിയില്ലാത്ത മണ്ട, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് ബാറോ. നിന്നെ പോലെ ഗോൾ അടിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ് ഇസഗി. ഇത് കേട്ടൊരു ബോൾ വെച്ച് അവന് മോന്തക്കിട്ട് കൊടുക്കുവാണ് ബാറോ. ബുദ്ധി യൂസ് ചെയ്യണം, പക്ഷേ അത് നിന്റെ അടുത്തില്ലല്ലോ. എന്റെ ഡ്രീം ഇതിനകത്ത് വെച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരിക്കും പറഞ്ഞ നിനക്ക് ശരിക്കും ബുദ്ധിയില്ല. വലിയ വായിൽ ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇസഗിയുടെ അടുത്തോട്ട് ബോളും കൊണ്ട് വരുവാണ് അവൻ. 1-on-1 ഇവനെ തോൽപ്പിക്കാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ ഇവനെ ഞാൻ തടുത്തു നിർത്തും. എന്നാ പെട്ടെന്നാണ് അത്രയും ലോങ് നിന്നും ലെഫ്റ്റ് സൈഡ് കോർണറിലോട്ട് കിക്ക് ചെയ്ത് അവൻ ഗോൾ അടിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോ ഡോങ്കി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും നടക്കുന്നു. ഇത് കണ്ട ഇസഗി, ഹേയ് അത്രയുള്ളോ, ഇനി നീ വാ നമുക്കൊരു കൈ നോക്കാം എന്ന് പറയുവാണ് ഇസഗി. നീ എത്ര പ്രാവശ്യം വിളിച്ചാലും ശരി, ഇവിടെ ഞാനാണ് കിങ് എന്ന് പറഞ്ഞ് ഇസഗിയെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുവാണ് ബാറോ. എന്ന ബാറോയെ എങ്ങനെയെങ്കിലും തടുത്തു നിർത്തണമെന്നാണ് ഇസഗി ചിന്തിക്കുന്നത്. പക്ഷേ ഇസഗിയുടെ അടുത്തോട്ട് ആ ബോൾ പോവാത്തതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാണ് ബാറോ. പെട്ടെന്ന് അത് മുകളിലോട്ടിട്ട് നേരത്തെ കിക്ക് ചെയ്തതുപോലെ റൈറ്റ് സൈഡ് കോർണറിലോട്ട് വീണ്ടും അവൻ കിക്ക് ചെയ്യുന്നു. വീണ്ടും അതേ സ്ഥലത്ത്. ഇവൻ ശരിക്കും സൂപ്പറാ. അപ്പോഴാണ് ഈഗോ പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന് വേണ്ടി ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹേയ് ഇപ്പൊ നീ വാ, എന്നെ കൊണ്ട് തീർച്ചയായിട്ടും നിന്നെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുവാണ് ഇസഗി. നീ എത്ര പ്രാവശ്യം ട്രൈ ചെയ്താലും തോൽക്കാൻ തന്നെയാണ് പോകുന്നത് ഡോങ്കി. ഇവന്റെ ഫോർമുല മിഡ് റേഞ്ചിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ ഗോൾ അടിക്കുന്നതാണ്. 23 meters, അതാണ് അവന്റെ റേഞ്ച്. അതെ, ഇപ്പൊ അവൻ ഷൂട്ട് ചെയ്യില്ല. യെസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്നാൽ മാത്രമേ ഇവനെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഗോൾ അടിക്കാൻ സാധിക്കൂ. നോർമൽ മാച്ചിലും ആ റേഞ്ച് ഇവൻ റീച്ച് ചെയ്താൽ മാത്രമേ ഇവനെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കൂ. ഞങ്ങളുടെ കൂടെ കളിച്ച ആ മാച്ചിലും അവർ അത് തന്നെയാണ് ചെയ്തത്. എതിരെ നിൽക്കുന്ന ഡിഫൻഡേഴ്സിനെയൊക്കെ മറികടന്നു പോവാൻ ഇവന്റെ ഫിസിക് അവനെ സഹായിക്കും. ഇവനെ പോലെ എന്നെ കൊണ്ട് സ്ട്രോങ് ആവാൻ സാധിക്കില്ല, പക്ഷെ എന്നെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും എന്നും ചിന്തിച്ച് അവനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ഇസഗി. നിനക്ക് തെറ്റി, എന്റെ റേഞ്ച് 27 meters ആണ് എന്ന് പറഞ്ഞ് ബാറോ അതേ കോർണറിലോട്ട് ഗോൾ അടിക്കുന്നു. എന്റെ റേഞ്ച് കണ്ടുപിടിച്ചതുകൊണ്ട് എന്നെ തടയാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ ഡോങ്കി? ഹേയ്, എന്നെ ടീച്ച് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുവാണ് ഇസഗി. ഞാൻ നിനക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യമൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നെ എതിർത്ത് ഒരിക്കലും നിന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല, അത് മാത്രമാണ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് പറയുവാണ് ബാറോ. കുഴപ്പമില്ല, എന്തോ ഒരു കാര്യം ഞാൻ നിന്നിൽ നിന്നും പഠിച്ചു, താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസഗി അവന്റെ റൂമിലോട്ട് വരുന്നു. സോ ഒരേപോലെ ഗോൾ അടിക്കാൻ ഒരു ഫോർമുല ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. ബാറോയെ പോലെ സ്ട്രെങ്ത്തും സ്പീഡും ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ അടുത്തുള്ളത് സ്പെഷ്യൽ അവയർനെസ് മാത്രമാണ്. അത് വെച്ചൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവൻ അവന്റെ കയ്യിലോട്ട് നോക്കുന്ന സമയത്താണ് അവന്റെ കൈ കടന്ന് വിറക്കുന്നത് അവൻ കാണുന്നത്. എന്തു പറ്റി ടീം വിയെ, ഞാൻ പേടിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ഇതേ സമയം ഇഗ്രാഷിയോ അപ്പുറത്ത് പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുവാണ്. ഹേയ്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്നെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് പേടിച്ചിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. നാളത്തെ മാച്ച് എങ്ങാനും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആ മെൻഷനിലോട്ട് പോയി ശാന്തിയുടെയും സമാധാനത്തിന്റെയും വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അതാലോചിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുവാണ് ഇഗ്രാഷി. നീ ഇത് കണ്ടോ, എനിക്കും പേടിയുണ്ട്, പക്ഷേ അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പേടിയാണ് നമ്മളെ ഫൈറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്.
അത് തീർച്ചയായിട്ടും നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റും. നാളത്തെ മാച്ചിൽ വിജയം നമുക്കുള്ളതാ എന്ന് പറയുവാണ് ഇസഗി. സോ ഈ കാര്യം എല്ലാവരും കേൾക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അന്നത്തെ മാച്ച് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്ന ഇസഗിയുടെ ടീമിനെയാണ്. കുവാനെ ഒരു മൂലയ്ക്ക് നിർത്തി ബാക്കിയുള്ളവരെല്ലാവരും ഗെയിം കളിക്കുന്ന പോലെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നീ ആ കോർണറിൽ നിന്നും ഒരടി മുന്നോട്ട് പോയാ എന്തിനെ സഹായിക്കണമെന്നുള്ള പേരിൽ ആ ബോളിലെങ്ങാനും തൊട്ടാ നിന്റെ കാല് ഞാൻ വെട്ടും എന്ന് പറയുവാണ് റൈച്ചി. സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് പരിക്കുകളൊന്നും ഇല്ലാതെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. സോ ഞാൻ ഒന്നും ചെയ്യില്ല. ശരി ഗായ്സ്, എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ വിജയം നമുക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ അവരെല്ലാവരും ഗ്രൗണ്ടിലൂടെ നടക്കുന്നു. ഇന്ന് ടീം വിയെ ടീം സി തീർച്ചയായിട്ടും തോൽപ്പിച്ചിരിക്കും. കമോൺ ഗായ്സ്, ഈ മാച്ചിലെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ സാധിക്കില്ലല്ലേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സോ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കണം എന്ന് പറയുവാണ് ബാഷിറ. അതെ, തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ചേ പറ്റൂ എന്ന് ഇസഗിയും പറയുന്നു. സോ മാച്ച് സ്റ്റാർട്ട് ആവാൻ വേണ്ടി 5 മിനിറ്റ് ബാക്കിയുണ്ട്. രണ്ട് ടീമും ഇപ്പൊ ഗ്രൗണ്ടിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരുടെ പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ഗെയിം സ്റ്റാർട്ട് ആവുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ തന്നെ വിജയിക്കും എന്ന് ചിന്തിക്കുവാണ് ഇസഗി. അതെ, ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ റിയോയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. 1-on-1 ഉപയോഗിച്ച് അവനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സോ ബാഷിറയും ഞാനും ഒരുമിച്ച് വേണം അവനെ സ്റ്റോപ്പ് ചെയ്യാൻ. അതെ, വിചാരിച്ച പോലെ തന്നെ സാന്റെ അടുത്തോട്ടാണ് അവൻ പാസ് ചെയ്യുന്നത്. ഈ സ്പീഡ് ഡീമന്റെ ഗോൾ പൊസിഷൻ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, വിചാരിച്ച പോലെ അവൻ നാഗിക്ക് തന്നെ പാസ് ചെയ്തു. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം തന്നെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഗ്രാഷി പെട്ടെന്നാണ് നാഗിയുടെ അടുത്തോട്ട് വരുന്ന ബോൾ ഇഗ്രാഷി തട്ടിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇഗ്രാഷി അത് ബാഷിറയ്ക്ക് ഇട്ടു കൊടുക്കുന്നു. ട്രിബിളിംഗ് എല്ലാം ചെയ്ത് ആ ബോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുവാണ് അവൻ. പെട്ടെന്ന് അവനൊരു ലോങ് ഷോട്ട് അടിക്കുന്നു. യെസ്, അങ്ങനെ തന്നെ. എന്നെ കൊണ്ട് അത് റീച്ച് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ഇനി കാലുകൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞ ഗിൻ ചാടി വന്ന് തല വെച്ച് ഒറ്റയടി അങ്ങിടിക്കുന്നു. എന്നാൽ ജസ്റ്റ് മിസ്സിന് ബാറിൽ കൊണ്ട് തെറിച്ചു പോവാണ് ആ ബോൾ. യെസ്, ഞങ്ങളുടെ പ്ലാൻ എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്ന് പറയുവാണ് ഗിൻ. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റിയോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇത് കൊള്ളാമല്ലോ. ഹേയ് നാഗി, നമുക്കൊരു പുതിയ മൂവ് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞവൻ ബോൾ ലോങ് ഷോട്ട് അടിക്കുന്നു. സോ ഇസഗിയുടെ ടീം ചെയ്തതുപോലെ തന്നെ അവൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നാഗിയുടെ ഒരുപാട് മുമ്പിൽ വന്നിട്ടാണ് ബോൾ വീഴുന്നത്. പക്ഷെ അവൻ അത് ചാടി പെർഫെക്റ്റ് ആയിട്ട് ആ ബോൾ കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി അത് തൊഴുത്തു വിടുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ട് അവൻ ഒരു ഗോൾ കൂടി അടിക്കുന്നു. ഇത് വളരെയധികം സിമ്പിൾ ആണല്ലോ, ഇതിനാണോ ഇത്രയും ബിൽഡപ്പ് തന്നെ എന്ന് ചോദിക്കുവാണ് നാഗി. ഇവന് ഒരു മോൺസ്റ്ററാ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ മാച്ച് ആരംഭിച്ച് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനോടകം വളരെ സിമ്പിൾ ആയിട്ട് ടീം വി ഒരു ഗോൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.